ഹലോ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ്സൈറ്റ് പബ്ലിഷിങ്ങും വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്നീ ടേംസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെബ്സൈറ്റ് പബ്ലിഷിംഗ് എന്താണ്, വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്താണ്. നമുക്ക് എന്താണ് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വേൾഡ് വൈഡ് വെബ് ഒരു ശൃംഖലയാണ്, കമ്പ്യൂട്ടറുകളുടെ ശൃംഖല. ആ ശൃംഖലയിലുള്ള ഒരു കണ്ണിയാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് ഇരിക്കുന്നത് വെബ് സെർവറിലായിരിക്കും. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോസസ്സിങ് കേപ്പബിലിറ്റിയും സ്റ്റോറേജ് കേപ്പബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു മെഷീനെയാണ് വെബ് സെർവർ എന്ന് പറയും. അതായത് നമ്മൾ വെബ് പേജസ് ഉണ്ടാക്കിയല്ലോ, ആ വെബ് പേജസിനെ ഹോസ്റ്റ് ചെയ്യുന്നത് ഈ വെബ് സെർവറിലായിരിക്കും. ഹോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അതിനൊരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ, അതിന് നിൽക്കാനുള്ള ആ വെബ്സൈറ്റിന് നമ്മുടെ സിസ്റ്റത്തിൽ അതിന് ഇരിക്കാൻ പറ്റണമെന്നില്ല. ബിക്കോസ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് സിസ്റ്റംസൊക്കെ നമുക്ക് 24 മണിക്കൂറും അപ്പാക്കി വെക്കാനൊന്നും പറ്റണമെന്നില്ല. നമുക്ക് അതിനുള്ള ചിലപ്പം 24 മണിക്കൂർ അപ്പാക്കി വെച്ചാൽ പോലും നമുക്കത് അതിൻ്റെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സും അതിൻ്റെ പ്രോസസ്സിങ് റിക്വയർമെൻറ്റ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഒരു വലിയൊരു ബിസിനസ്സൊക്കെ നടത്തുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ലാപ്ടോപ്പിലോ വീട്ടിലെ സെർവറിലൊന്നും അത് നമുക്ക് ആ വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്രയൊന്നും കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല സ്റ്റോറേജ് കൊടുക്കാനും അല്ലെങ്കിൽ ആ പ്രോസസ്സിങ് കേപ്പബിലിറ്റി കൊടുക്കാം. ബിക്കോസ് ഒരു ബിസിനസ്സിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരാം, ഒരുപാട് റിക്വസ്റ്റ് വരാം. ഒരേ സമയത്ത് ഒരുപാട് റിക്വസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ മുകളിൽ വരാം അല്ലേ. സോ ചില സമയത്ത് നമ്മൾ സിസ്റ്റം കേപ്പബിലിറ്റി ഇല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ, അത്രത്തോളം പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് ഒന്നും പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നില്ല. കസ്റ്റമേഴ്സ് നമ്മളെ സെർവറിലോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പം അവരുടെ സൈഡിലോട്ട് ആ വെബ് പേജ് ഡൗൺലോഡ് ചെയ്ത് വരണ്ടെങ്കിൽ സമയമെടുക്കും, ലോഡ് ചെയ്ത് വരാനൊക്കെ സമയമെടുക്കും. സോ ഇറ്റ് ഇസ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ വഴിയായിരിക്കും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ BSNL പോലത്തെ ഒരു സർവീസ് പ്രൊവൈഡർ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ വൈഫൈ അല്ലെങ്കിൽ വയർലെസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോഡാഫോൺ അല്ലെങ്കിൽ എയർടെൽ അങ്ങനെ പല സർവീസ് പ്രൊവൈഡേഴ്സ് വഴിയാണ് നമുക്ക് നമുക്ക് IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നത്. ഇൻ്റർനെറ്റ് എവറി കമ്പ്യൂട്ടർ സിസ്റ്റം ഷുഡ് ഹാവ് എൻ IP അഡ്രസ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എൻ ഇൻ്റർനെറ്റ്. ഈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സർവീസ് പ്രൊവൈഡർ വഴി നമുക്ക് കിട്ടുന്ന IP അഡ്രസ്സ് ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പം യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി IP അഡ്രസ്സാണ്. അതെപ്പോഴും നമുക്ക് അതേ IP അഡ്രസ്സ് തന്നെ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, സോ നമ്മളൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഓൺ സെർവർ വഴി വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം കാണിക്കുന്നതാണെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് IP ഉണ്ടായിരിക്കണം. ആ പെർമനൻറ്റ് IP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പെർമനൻറ്റ് IP നമ്മൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കേണ്ടി വരും. ഈ സർവീസ് പ്രൊവൈഡേഴ്സ് വഴി തന്നെ, ഇപ്പം BSNL വഴിയൊക്കെ നമുക്ക് പെർമനൻറ്റ് IP വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ആ പെർമനൻറ്റ് IP നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയൊന്നും അധികം ആരും ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർമനൻറ്റ് IP വാങ്ങിച്ചിട്ട് നമ്മളെ വീട്ടിൽ സെർവർ ഹോസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല. അതിനെക്കാട്ടിയും വളരെ എളുപ്പത്തിൽ, അതായത് വീട്ടിൽ 24 മണിക്കൂർ നമ്മൾ സിസ്റ്റം ഓൺ ആയിരിക്കണം, സിസ്റ്റത്തിന് ഒരു പ്രശ്നങ്ങളും വരരുത്. 24 മണിക്കൂറൊക്കെ ഓൺ ആയാലുള്ള സ്ഥിതിയോ നല്ല ചൂടാവില്ല, നമ്മുടെ സിസ്റ്റം ചൂടാവും. അതുകൂടാതെ അതിൻ്റെ കൂളിംഗ് ഫെസിലിറ്റീസും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ മറ്റ് ഈ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന പല കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പോൾ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. എക്സാമ്പിൾ GoDaddy എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ഹോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോളും. ഹോസ്റ്റിംഗ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് നമുക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് പ്രോസസ്സിങ് കേപ്പബിലിറ്റിയും സ്റ്റോറേജും മെമ്മറിയും അങ്ങനെയുള്ള നമ്മൾ ആവശ്യമുള്ള എല്ലാ സംഭവം ഉണ്ടല്ലോ. ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. CPU പ്രോസസ്സിങ്ങും മെമ്മറിയും സ്റ്റോറേജും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെ ഹോസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു കമ്പനി നമുക്ക് തരും. നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട്
അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി. അത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വി മേ യൂസ് സം ഫയൽ ട്രാൻസ്ഫർ മെക്കാനിസംസ് ലൈക്ക് അവർ അതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് തരും. ഓക്കെ, ആ സിസ്റ്റത്തിന് ഏതാണോ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഏതാണോ, അവരുടെ സെർവർ ഏതാണോ, അതിൻ്റെ IP അഡ്രസ്സ് ഇടും. ആ IP അഡ്രസ്സിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ടൂൾസ് വെച്ചിട്ട് നമ്മളെ ആ കളക്ഷൻ ഓഫ് പേജസ്, അതാണല്ലോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ, ആ കളക്ഷൻ ഓഫ് പേജസ് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു മെയിൻ പേജ് ഉണ്ടാവും, ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് പേജും പിന്നെ ബാക്കി എല്ലാ പേജസ്, ഇൻഡെക്സ് പേജ് വഴിയാണ് ബാക്കി എല്ലാ പേജിലോട്ടും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ആ കളക്ഷൻ ഓഫ് പേജസ് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അതായത് ഈ സെർവർ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ, ഹാർഡ്വെയറിൻ്റെ കാര്യങ്ങൾ, അതൊന്നും നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സെർവർ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അറിയാം, സിസ്റ്റം ഫെയിലാവുന്നതും ഒക്കെ അവർ നോക്കിക്കോളും. സിസ്റ്റം ഫെയിലായാൽ എന്ത് ചെയ്യണം എന്നൊക്കെ. സിസ്റ്റം ഫെയിലാവുന്നതാണെങ്കിൽ പോലും അതും പുറം ലോകം അറിയില്ല. അതായത് അവർക്ക് അതിനുള്ള ബാക്കപ്സ് ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ സൈറ്റ് ഹോസ്റ്റ് ചെയ്ത അവരുടെ സെർവർ ഫെയിലായാൽ പോലും ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് അവൈലബിൾ ആവാണ്ടൊന്നും ഇരിക്കില്ല. അവർ വേറെ സിസ്റ്റത്തിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബാക്കപ്പ് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഫോൾട്ട് ടോളറൻറ്റ് അല്ലെങ്കിൽ ഫെയിൽ സേഫ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ആ വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ചെയ്യുന്നത്. സോ ഏറ്റവും നല്ലത് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഓൺ സെർവറിൽ ചെയ്യുന്നതിന് പകരം കമ്പനീസിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ലൈക്ക് ഓർഗനൈസേഷൻസ്, ലൈക്ക് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസും അങ്ങനെയൊക്കെ പല ഓർഗനൈസേഷൻസും ഓണായിട്ട് സെർവേഴ്സ് സെറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ നമുക്ക് വേണം. അതിനുള്ള പ്രോസസ്സിങ് കേപ്പബിലിറ്റിയും വേണം. പിന്നെ പ്രോസസ്സിങ് കേപ്പബിലിറ്റികൾ ആയിരിക്കും. ഒരു സിംഗിൾ സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ ഇടുന്ന മൾട്ടിപ്പിൾ സിസ്റ്റംസൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരു സിംഗിൾ സിസ്റ്റത്തെ പോലെ ഉണ്ടാക്കിയെടുക്കാം. അത് എല്ലാത്തിൻ്റെയും പ്രോസസ്സിങ് കേപ്പബിലിറ്റി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ സിസ്റ്റം ആക്കിയിട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ തുനിയേണ്ട ആവശ്യമില്ല. അതിൽ നിന്നുള്ള ടെക്നിക്കൽ കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലേ? ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന ലൈക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിന് വെബ്സൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വെബ് ഹോസ്റ്റിംഗ് സർവീസസിന് അല്ലെങ്കിൽ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കും, എന്നിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വെബ് സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പല കമ്പനീസിനെ അപ്രോച്ച് ചെയ്യും. ലൈക്ക് മോണിറ്ററി, അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അവരുടെ സെർവറിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഇടാൻ പോകുന്നത്, സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെബ്സൈറ്റ് അതിൻ്റെ അകത്ത് കിടക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ അതിൻ്റെ മുകളിൽ മോഡിഫിക്കേഷൻസ് വരുത്തും. അതായത് നമുക്ക് നമ്മളെ പേജസിൻ്റെ മുകളിൽ മോഡിഫിക്കേഷൻ വരുത്തണമല്ലോ. ഇപ്പം നമ്മളെ GC താനൂറിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ പുതിയ കാര്യങ്ങൾ, പുതിയ പ്രോഗ്രാംസൊക്കെ നമ്മളെ കോളേജിൽ നടക്കുമ്പം അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ. സോ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വെബ്സൈറ്റ്. സോ വെബ്സൈറ്റ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് നമ്മൾ ഈ സ്ഥലത്തേക്ക് വെബ്സൈറ്റ് ഡിസൈനിങ്ങും വരും അതിൻ്റെ അകത്ത്. നമ്മൾ വെബ്സൈറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ആ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ കൊണ്ടിടുന്നതും ഒക്കെ വരുന്നത് ഈ വെബ്സൈറ്റ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം കൂടിയിട്ടുള്ളതാണ്. വെബ്സൈറ്റ് ഡിസൈനിങ് ഒക്കെ അതിൻ്റെ അകത്ത് വരും. സോ ചിലപ്പം ഡിസൈൻ ചെയ്യാനും നമ്മൾ വേറെ കമ്പനീസിനൊക്കെ അപ്രോച്ച് ചെയ്യാം. ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് അവർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ചിലപ്പം ഡിസൈനിങ്ങും ചെയ്യും, ഹോസ്റ്റിങ്ങും ഒക്കെ അവർ ചെയ്തേക്കാം. ചിലപ്പോൾ അവർ ബ്രോക്കറായിട്ട് ആക്ട് ചെയ്തിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ഹോസ്റ്റിംഗ് വേറൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് ചെയ്തേക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിതിന് ഈ ഒരു സൊല്യൂഷൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റിൽ തന്നെ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് ഉണ്ട്, ഡൈനാമിക് വെബ്സൈറ്റ്സ് ഉണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് വെച്ചാൽ പ്യൂർലി HTML കണ്ടൻറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതിന് യൂസർ അനുസരിച്ച് അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ യൂസേഴ്സിനും ഒരേ രീതിയിലാണ് അതിൻ്റെ പേജസ് കാണിച്ചു കൊടുക്കുക. അതാണ് സ്റ്റാറ്റിക്. അതേസമയം ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓരോ യൂസറിനനുസരിച്ചും അതിൻ്റെ പേജസിൽ വ്യത്യാസം വരും. കസ്റ്റമൈസേഷനും തീംസും ഒക്കെ ഓരോ യൂസറിനനുസരിച്ചും വരും. ഓരോ യൂസറിൻ്റെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ റോൾസ് അനുസരിച്ച്
അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിന് മാറ്റം വരും, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസസിന് മാറ്റം വരാം. അങ്ങനെയുള്ള സൈറ്റ്സിനെ അവരെ ഡൈനാമിക് വെബ്സൈറ്റ്സ്. മോസ്റ്റ്ലി നമ്മളെ സൈറ്റ്സൊക്കെ ഇപ്പം നമ്മളെ ലോകത്തുള്ള എല്ലാ സൈറ്റ്സും ഡൈനാമിക് ആയിട്ട് മാറിയിട്ടുണ്ട്, ഡൈനാമിക് വെബ്സൈറ്റ്സ്. ഓക്കെ, സോ ഇതാണ് നമുക്കറിയാം, ഈ ഒരു പടം കണ്ടാൽ അറിയാം, വെബ് ബ്രൗസർ നമ്മളെ ക്ലയൻസിൽ കിടക്കുന്ന, ക്ലയൻറ്റ് സിസ്റ്റത്തിൽ കിടക്കുന്ന വെബ് ബ്രൗസർ ഒരു റിക്വസ്റ്റ്, ഇൻ്റർനെറ്റ് വഴി റിക്വസ്റ്റ് കൊടുക്കും, വെബ് സെർവറിലോട്ട് റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് ആക്ച്വലി യു ആർ എൽ വഴിയാണ് ആ റിക്വസ്റ്റ് കൊടുക്കുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ആ URL അല്ലേ. ഇപ്പം നമ്മൾ ഇതൊരു URL ആണ്, tutorialspoint.com/internet-technology/ ഇപ്പം ഞാൻ ഇവിടെ ആ ഒരു വെബ് പേജ് ആണല്ലോ ആക്സസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു URL ആണ് ആക്ച്വലി, സോറി, ദിസ് ഇസ് URL അല്ലേ, ഈ URL overview.html എന്ന് പറയുന്നത്. അങ്ങനെ URL ആണ് ആക്ച്വലി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ബ്രൗസറിൽ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റിക്വസ്റ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ആ റിക്വസ്റ്റ് ആ പർട്ടിക്കുലർ വെബ് സെർവറിൽ എത്തിച്ചേരും. വെബ് സെർവർ ഈ URL നോക്കിയിട്ട് കണ്ടുപിടിക്കും. പല വഴിയാണ് അത് എത്തിച്ചേരുക, പെട്ടെന്നൊന്നും അവിടത്തേക്ക് ഡയറക്റ്റ് പോകുന്നൊന്നുമില്ല. ആക്ച്വലി കുറച്ച് പണിയൊക്കെ എടുത്തിട്ടാണ് അവിടെ ഈ tutorialspoint.com എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, ഏത് IP അഡ്രസ്സിലാണ്. IP അഡ്രസ്സ് വഴിയാണല്ലോ എല്ലാ മെഷീൻസും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. ഈ tutorialspoint.com എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻ്റർനെറ്റ് മനസ്സിലാവില്ല. ഇൻ്റർനെറ്റിൽ അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു റിക്വസ്റ്റ് ആ പർട്ടിക്കുലർ സെർവറിൽ എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡൊമെയിൻ നെയിം സെർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ. ഡൊമെയിൻ നെയിം സെർവേഴ്സാണ് ഈ മാപ്പിംഗ് ചെയ്യുന്നത്. ഈ ഒരു ഡൊമെയിൻ നെയിം അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഈ സെർവറിൻ്റെ പേര് ഈ ഒരു IP അഡ്രസ്സിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മെഷീനിലാണ് ഇരിക്കുന്നതെന്ന് ആ മാപ്പിംഗ് ചെയ്യുന്നത് ഈ ഡൊമെയിൻ നെയിം സെർവേഴ്സാണ്. സോ ആ ഡൊമെയിൻ നെയിം സെർവേഴ്സ് പോയിട്ട് ആദ്യം ഇത് റിസോൾവ് ചെയ്തെടുക്കണം. ഈ പേരിൻ്റെ ആദ്യം റിസോൾവ് ചെയ്തെടുക്കണം. ഈ പേര് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് എന്ന് അത് ആ ഒരു മാപ്പിംഗ് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ആ IP അഡ്രസ്സിലോട്ട് പോവുക ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഈ URL ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ഈ പർട്ടിക്കുലർ വെബ് സെർവർ എന്ത് ചെയ്യും, ഇതിൻ്റെ റിസോഴ്സ് ഏതാണെന്ന് ഈ URL വെച്ചിട്ട് മനസ്സിലാക്കും. സോ internet-technology/websites_overview.html എന്ന് പറയുന്ന ഈ ഒരു HTML പേജിന് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് വന്നതെന്ന് മനസ്സിലായിട്ട് അത് തപ്പി കണ്ടുപിടിച്ച് കൊടുക്കും. വെബ് സെർവറിൻ്റെ അകത്തുനിന്ന് അത് റിട്രീവ് ചെയ്തിട്ട് തിരിച്ച് കൊടുക്കും. അതാണ് ഈ റെസ്പോൺസ്, ഡൈനാമിക് പേജ് റെസ്പോൺസ് ആയിട്ട് കൊടുക്കും. ആ ഡൈനാമിക് പേജ് ഇൻ്റർനെറ്റ് വഴി എവിടെ എത്തും, വെബ് ബ്രൗസറിലോട്ട് എത്തും. ഓക്കെ, സോ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമുക്ക് അതാണ് ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന സംഭവം അല്ലേ. ഇൻ്റർനെറ്റിൽ വേൾഡ് വൈഡ് വെബിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ അതല്ല ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് റെസ്പോൺസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ വെബ് ഡിസൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഒരു ബിസിനസ്സിന് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം വെബ് ഡിസൈനിങ് ചെയ്യണം. ഓക്കെ, വെബ് ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ബോക്സസിൽ കാണിക്കുന്നത്. യൂസബിലിറ്റി, യൂസേഴ്സിന് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. ഫങ്ഷണാലിറ്റി, അതെന്താണോ എന്ത് സർവീസസ് ആണോ ഓഫർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഓഫർ ചെയ്തിരിക്കണം. പിന്നെ ബ്രാൻഡിങ്, ആ ഒരു പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ് ചെയ്യാനുള്ള സംവിധാനം ആ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ആ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ആ ബിസിനസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്യണം. ആ കമ്പനി എന്താണോ അറിയിക്കുന്ന അത് ആ വെബ്സൈറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ പ്രൊഫഷണൽ വെബ്സൈറ്റ് ആയിരിക്കണം. ചുമ്മാ നമ്മൾ സാധാരണ ചിലപ്പം പറയില്ലേ ഇതൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയും. ചില വെബ്സൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കളർ തീംസൊക്കെ ഒരുമാതിരി ഇരിക്കും. ഒക്കെ കമ്പോണൻസ് ഒക്കെ പ്ലേസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് പ്രൊഫഷണലിസം ഇല്ല എന്ന് പറയും. സോ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കണം. അതായത് അതൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ആണെന്ന് നമുക്ക് തോന്നണം. മെസ്സേജിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാനും റിക്വസ്റ്റ് ചെയ്യാനൊക്കെയുള്ള അതിനുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായിരിക്കണം. ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും ഉണ്ടായത്, മെനൂസും അങ്ങനെയൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. കസ്റ്റമർ ഉദ്ദേശിച്ച സംഭവം എളുപ്പത്തിൽ അതുവഴി കണ്ടുപിടിക്കാൻ പറ്റണം. എൻഗേജിങ് ആയിരിക്കണം, അതായത് കസ്റ്റമേഴ്സിന് മതിയായിട്ട് ആ വെബ്സൈറ്റ് വിട്ട് പോകാനുള്ള ചാൻസസ്
കുറയ്ക്കണം. കസ്റ്റമർ ആ വെബ്സൈറ്റിൽ തന്നെ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഒരു എന്താ പറയേണ്ട ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. ദെൻ ആക്സസിബിലിറ്റി, എളുപ്പത്തിൽ ആക്സസിബിൾ ആവുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. ആക്സസിബിലിറ്റി, അതിൻ്റെ അകത്തുള്ള എല്ലാ പേജസും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഒരു ഇൻഫർമേഷന് വേണ്ടി സെർച്ച് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ ആ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. So these are all some of the features that are expected from a good web design. ഓക്കെ. പിന്നെ വെബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൂൾസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു എഡിറ്റർ വെച്ചിട്ടാണ്, ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ടാണ് വെബ് ഡിസൈൻ ചെയ്തത്. പക്ഷേ അത് കുറച്ചും കൂടി പണിയാണ് നമുക്ക് അങ്ങനെ ഒരു പ്യൂർലി ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് ചെയ്യുമ്പം. അല്ലാതെ പല രീതിയിൽ വെബ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കമ്പോസേഴ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. ലൈക്ക് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇങ്ങനെ പല ടൂൾസ് ഉണ്ട്. ഇല്ലസ്ട്രേറ്ററൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ആക്ച്വലി വെബ് ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എഡിറ്ററിൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാ ടാഗ്സും നമ്മളിങ്ങനെ നമ്മൾ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. HTML കൊടുക്കണം, /HTML കൊടുക്കണം, അങ്ങനെ. പക്ഷെ ഒരു ഇല്ലസ്ട്രേറ്റർ പോലത്തെ ഒക്കെ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ HT എന്ന് കൊടുക്കുമ്പോൾ തന്നെ ബാക്കി അതിൻ്റെ വേർഡ്സൊക്കെ വരും. ബാക്കി അതിൻ്റെ എന്തൊക്കെയാണ് വരുന്നത്, HTML, ML എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് എൻഡിങ് ടാഗൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അബദ്ധങ്ങളൊക്കെ വരുത്തുന്നത് കുറയും. കുറേയൊക്കെ ആ ഒരു ടൂള്, ഇല്ലസ്ട്രേറ്റർ ടൂള് നമുക്ക് ചെയ്തു തരും. എന്നൊക്കെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആട്രിബ്യൂട്ടിന് ജസ്റ്റ് ആദ്യത്തെ ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ. സോ നമ്മളിപ്പം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു T എന്ന് കൊടുക്കുമ്പോൾ തന്നെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു T എന്ന് കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് എന്ന് നമുക്ക് അവിടെ കാണിച്ചു തരും. ടെക്സ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അങ്ങനെ. സോ സജഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓട്ടോ സജഷൻസ് പറയും അതിന്. സോ ഓട്ടോ സജഷൻസ് ആയിട്ട് നമുക്ക് പലതും കാണിച്ചു തരും ഈ ഇല്ലസ്ട്രേറ്റർ പോലത്തെ ടൂൾ. അങ്ങനെ കുറേ ടൂൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇമേജസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും ഇപ്പോൾ ചെറുതാക്കാനും വലുതാക്കാൻ്റെയൊക്കെ ആവശ്യം വരും ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ ഇമേജൊക്കെ ഇടുമ്പം. അതിന് വേണ്ടിയിട്ടും കുറേ ടൂൾസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് ഇവിടെ. സോ ഒരു വെബ്സൈറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് കമ്പോണൻസ് പറയുന്നത്: കണ്ടെയ്നിങ് ബ്ലോക്ക്, container can be in the form of a pages body tag. സോ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കുറേ div ടാഗ്സ് ഒക്കെ ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നർ ഇതാണ്. കാര്യമായ കണ്ടൻറ്റൊക്കെ അതിൻ്റെ അകത്താണ് നമ്മൾ വരിക. അതായത് ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ബോഡി വരുന്നത്, കണ്ടൻറ്റ് വരുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. അതിന് ലോഗോ ഉണ്ടാവും. സാധാരണ വെബ്സൈറ്റ് ബിസിനസ്സിനാണെങ്കിൽ നമ്മൾ ലോഗോ, നമ്മൾ എന്താണോ നമ്മൾ ഏത് ബിസിനസ്സാണ് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ അതിൻ്റെ ലോഗോ അതുണ്ടാവും. പിന്നെ നാവിഗേഷന് വേണ്ടിയിട്ട് മെനൂസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ കണ്ടൻറ്റ്, അതായത് നമ്മൾ ഓരോ മെനുവിലുള്ള ഓരോ ഐറ്റമും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കണ്ടൻറ്റ് വരുന്നത് ഒരു പെർട്ടിക്കുലർ സെക്ഷനിലായിരിക്കും. ബേസിക്കലി നടുവിലത്തെ സെക്ഷനിലായിരിക്കും കണ്ടൻറ്റ് വരിക. പിന്നെ ഫൂട്ടർ ഉണ്ടാവും. ഫൂട്ടർ അടിയിൽ വരുന്ന ഈ ഏറ്റവും ലാസ്റ്റ് താഴെ വരുന്നതിനാണ് ഫൂട്ടർ എന്ന് പറയുക. ഓക്കെ. ഫൂട്ടറിൽ നമ്മൾ യൂഷ്വലി കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ലീഗൽ അങ്ങനെയുള്ള പല ഇൻഫർമേഷൻ ആണ് യൂഷ്വലി ഫൂട്ടറിൽ കാണിക്കുക. പിന്നെ ഇരിക്കുന്നത് വൈറ്റ് സ്പേസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് നെഗറ്റീവ് സ്പേസ് ആൻഡ് റിഫേഴ്സ് ടു എനി ഏരിയ ഓഫ് പേജ് ദാറ്റ് ഇസ് നോട്ട് കവേർഡ് ബൈ ടൈപ്പ് ഓർ ഇല്ലസ്ട്രേഷൻസ്. വൈറ്റ് സ്പേസും ആവശ്യമാണ്. പല സ്ഥലത്തും നമ്മൾ ഒന്നും ഇടാതെ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത സ്പേസസ് കാണാം. അതിനാണ് വൈറ്റ് സ്പേസ് മതി. അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കമ്പോണൻസ് കൂടിയിട്ടാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സാധാരണ വെബ് ഡിസൈൻ ചെയ്യുമ്പം പറ്റുന്ന മിസ്റ്റേക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് നോട്ട് വർക്കിംഗ് ഇൻ എനി അതർ ബ്രൗസർ അതർ ദാൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ചില സമയത്ത് ചില വെബ്സൈറ്റ്സ് ഉണ്ടാക്കിയാൽ ഒരു പെർട്ടിക്കുലർ ബ്രൗസറിൽ മാത്രമേ അത് കാണിക്കൂ എന്നൊക്കെ പറയുമ്പം അത് ആക്ച്വലി ഒരു ലിമിറ്റേഷനാണ്. അന്നേരം കസ്റ്റമർ ആ ഒരു പെർട്ടിക്കുലർ ബ്രൗസർ വഴി തന്നെ കയറിയാലേ ആ ബിസിനസ് വെബ്സൈറ്റ് കാണാൻ പറ്റും. എന്നാൽ അതൊന്നും ചിലപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ചെയ്തെന്ന് വരില്ല, അല്ലേ? അതൊരു പ്രശ്നമാണ്. പിന്നെയുള്ളത് വെറുതെ ചിലപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആക്കിയിട്ടൊക്കെ മാറ്റുന്നത് കാണാം. അതും ആവശ്യമില്ല. എന്താണോ ബിസിനസ്സിന് സാധാരണ നോർമൽ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അങ്ങനെ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കസ്റ്റമറിന് ഇത് സാധനം കിട്ടിയാൽ മതി. കസ്റ്റമറിന് ഇതിൻ്റെ വലിയ വലിയ അപ്ഡേറ്റഡ് ടെക്നോളജി ആവണമെന്നൊന്നും കസ്റ്റമറിന് ആവശ്യമില്ല. കസ്റ്റമറിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചില വെബ്സൈറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ടും വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്ന കാണാം. അതും ചിലപ്പം ചില സമയത്ത് ഒരു ശല്യം പോലെ തോന്നും. നമുക്കതൊരു അൺവാണ്ടഡ് ആയിട്ട് തോന്നും.
വിസിറ്റ് ചെയ്ത ഉടനെ തന്നെ അത് സൗണ്ട് പ്ലേ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷെ ആക്ച്വലി സംടൈംസ് ഐ ടു ഫീൽ ചില സൈറ്റ്സൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ. ദെൻ ഹിഡൻ ഓർ ഡിസ്ഗൈസ്ഡ് നാവിഗേഷൻ ഒക്കെ. ചിലത് നമുക്ക് ആ നാവിഗേഷൻ അത്രത്തോളം നല്ലതായിരിക്കണം എന്നില്ല. നമുക്ക് ഒരു മെനുന്ന് അടുത്ത മെനുന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ കൺട്രോൾസ് ഒന്നും ചിലപ്പം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഹിഡൻ ഓർ ഡിസ്ഗൈസ്ഡ് നാവിഗേഷൻ. ദെൻ 100%, അതായത് ഇത് കണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സോ ഹിഡൻ നാവിഗേഷൻ എന്താണെന്നാണ് പറയാൻ നമ്മൾ പോയത്. അതിനകത്ത് അതായത് ചില നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ അറിയാമല്ലോ, വെബ്സൈറ്റിൽ നമുക്ക് മെനു ഉണ്ടാവും. ആ മെനു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മെനു ഉണ്ടാവും. ആ മെനു വെച്ചിട്ടായിരിക്കും നമ്മൾ ഒന്നെങ്കിൽ ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ. അങ്ങനെയല്ല, യൂഷ്വലി ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ടോപ്പിലോ അങ്ങനെ കൊടുക്കുന്ന മെനൂസ് വഴിയാണ് നമ്മൾ യൂഷ്വലി ആ വെബ്സൈറ്റിലെ എല്ലാ പേജിലോട്ടും നമ്മൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ അങ്ങനെയാണ് വിസിറ്റ് ചെയ്തെടുക്കുക. ചില സമയത്ത് അങ്ങനെയുള്ള മെയിനായിട്ടുള്ള ലിങ്ക്സൊക്കെ, നാവിഗേഷൻ ലിങ്ക്സൊക്കെ എന്തെങ്കിലും ഒരു ബട്ടണോ അല്ലെങ്കിൽ ഒരു ഐക്കണിൻ്റെ അടിയിൽ, അതിൻ്റെ അടിയിൽ മറച്ചു വെച്ച രീതിയിലാണ് വരുന്നതെങ്കിൽ, അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ബാക്കി ലിങ്ക്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അങ്ങനെയുള്ളതാണ് ഹിഡൻ നാവിഗേഷൻ എന്ന് പറയുക. അതങ്ങനെ ഒരുപാട് ആയിപ്പോയാൽ, ഹിഡൻ നാവിഗേഷൻ ഒരുപാട് അങ്ങനെ വന്നാൽ അതും ഒരു ബുദ്ധിമുട്ടാണ് കസ്റ്റമറിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പേസ് സേവ് ചെയ്യാനാണ് ആ ഹിഡൻ നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡോട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മറ്റ് ഓപ്ഷൻസൊക്കെ അത് ആ ഡോട്ട് ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ ആ മെനു. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ ആക്ച്വലി ചില സമയത്ത് അത് നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക്സ് അങ്ങനെയൊക്കെ കസ്റ്റമറിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതുകൊണ്ട് യൂസ്ഫുൾ ആണ് ആക്ച്വലി. വെറുതെ അത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലോട്ട് പോയാൽ മതി. സോ പക്ഷേ ആ മെയിനായിട്ടുള്ള ലിങ്ക്സൊക്കെ എപ്പോഴും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അത് ഹൈഡ് ചെയ്യുന്നതിന് പകരം മെയിനായിട്ട് ഒരു കസ്റ്റമർ വന്നാൽ എപ്പോഴും അത് ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെബ്സൈറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണമല്ലോ ഒരു പേജിൻ്റെ അകത്ത്. ഒരു പെർട്ടിക്കുലർ ഹോം പേജ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജിൻ്റെ അകത്ത്, ഹോം പേജ് എന്നാൽ ആദ്യം കാണുന്ന പേജിനാണ്, നമ്മൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം ആദ്യം കാണുന്ന പേജിനാണ് ഹോം പേജ് എന്ന് പറയുക. ആ ഹോം പേജ് വഴി ആക്ച്വലി ബാക്കി എല്ലാ പേജസിലോട്ടും നമുക്ക് ലിങ്ക്സ് ഉണ്ടാവും. ആ ഹോം പേജ് വഴി നമുക്ക് എല്ലാ പേജസും വിസിറ്റ് ചെയ്യാൻ പറ്റും. സോ ഹോം പേജിൽ മാക്സിമം എല്ലാ കണ്ടൻറ്റും നമ്മൾ കൊടുക്കണമല്ലോ. അത് ചിലപ്പം നമുക്ക് എല്ലാ കണ്ടൻറ്റും കൊടുക്കാൻ പോസിബിൾ ആവില്ലല്ലോ. അതായത് മറ്റ് ലിങ്ക്സൊക്കെ, മറ്റ് പേജിലോട്ട് ലിങ്ക്സൊക്കെ കൊടുക്കണമെന്ന് പോസിബിൾ. അങ്ങനെ എല്ലാം ഒരുമിച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, ഹിഡൻ നാവിഗേഷനൊക്കെ യൂസ് വരുന്നത്. അത് എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ. സോ പിന്നെയുള്ളത് 100% ഫ്ലാഷ് കണ്ടൻറ്റ്. അതും ഒരു മിസ്റ്റേക്കാണ്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് കണ്ടൻറ്റൊക്കെ കൊടുത്താൽ ആനിമേഷൻസ് ഇടാനും ഇങ്ങനെ പറന്ന് വരുന്ന ഇമേജസും അങ്ങനെ പറന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് അടിപൊളി വെബ്സൈറ്റ്സ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ചില സമയത്ത് അത് നമുക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അത് ലോഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സമയമെടുക്കും. ഈ ഫ്ലാഷ് കണ്ടൻറ്റൊക്കെ ലോഡ് ചെയ്ത് വരാനൊക്കെ ഇച്ചിരി സമയമെടുക്കും. ഓക്കെ, വീഡിയോസ്, ആനിമേഷൻസ് ഇതൊക്കെ വരാനേ എല്ലാം 100% അങ്ങനെ ആക്കുമ്പം വെബ്സൈറ്റ് ലോഡിങ് ടൈം കൂടും. കസ്റ്റമറിന് അത്രയൊന്നും വേണ്ട ആക്ച്വലി. കസ്റ്റമറിന് അങ്ങനെ മുഴുവനായിട്ട് എല്ലാം ഫ്ലാഷ് കണ്ടൻറ്റായിട്ട് വരണം. ഫ്ലാഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരിക പോകുക ആ രീതിയിൽ ഫ്ലാഷ് വീഡിയോസ് ആയിട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില സമയത്ത് നമുക്ക് കറക്റ്റ് കണ്ടൻറ്റ് ഫാക്റ്റ് നമുക്ക് കിട്ടേണ്ടി വരും. ഇങ്ങനെ ഫ്ലാഷായിട്ട് ആനിമേഷൻസ് ഒന്നും എപ്പോഴും കാണുന്നുണ്ടാവില്ല, റൈറ്റ്? ഇപ്പോൾ ഫോട്ടോസൊക്കെ യൂഷ്വലി ഇങ്ങനെ പറന്ന് വരുന്നതൊക്കെ കാണാം അല്ലേ? ഫോട്ടോസൊക്കെ ഇങ്ങനെ പറന്ന് പോകും. നമ്മൾ ഗാലറിയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണാം. ചിലതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം, അതൊരു രസമാണ്. പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, so before developing a website, one should keep several aspects in mind. എന്തൊക്കെയാണ്? What to put on the website, who will host it, how to make it interactive, how to code it, how to create search engine friendly website,
സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻസിന് പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് ആക്കണം. നമുക്കറിയാം ഗൂഗിൾ വഴിയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കീവേഡ്സ് വെച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യും. ഇപ്പം നമ്മളൊരു ഷോപ്പിംഗ് സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ ഷോപ്പിംഗ് സൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ എന്തൊക്കെ ഷോപ്പ് ചെയ്യും, ഇപ്പോൾ എന്ത് നമ്മൾ വി വോണ്ട് ടു ബൈ സംതിങ് അല്ലേ, അതാണ് ഷോപ്പിംഗ് സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ബൈ ചെയ്യാം, എന്തൊക്കെ പ്രൊഡക്ട്സ് ബൈ ചെയ്യാം, അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് വരണം, ആ ഷോപ്പിംഗ് സൈറ്റിൽ ലിങ്ക് വരണം. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ് ഏതൊക്കെ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ആ ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ സെർച്ചസ് ആര് നടത്തിയാലും നമ്മുടെ സൈറ്റ് ആദ്യത്തെ ആ ഫസ്റ്റ് ഫ്യൂ ലിങ്ക്സ് ഉണ്ടല്ലോ ഗൂഗിൾ കാണിക്കുന്നത്, അത് തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി സൈറ്റ് ഉണ്ടാക്കണം എന്ന് അതിന് പറയാം. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെന്ന് പറയും. സോ അത് നിർബന്ധമാണ് ആക്ച്വലി ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. പെട്ടെന്ന് നമ്മൾ യൂഷ്വലി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പിടിയില്ല, നമുക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്നൊന്നും പിടിയില്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എവിടെയാണ് നമ്മളെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്ന് നമുക്ക് ഒരു നിശ്ചയമില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം അത് നമ്മളെ സൈറ്റ് അവിടെ മുന്നിൽ തന്നെ കാണിച്ചാലല്ലേ നമുക്കത് വാങ്ങിക്കാൻ തോന്നും, ആ സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ തോന്നുമല്ലോ, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്താലല്ലേ വാങ്ങിക്കാൻ തോന്നുമല്ലോ. നമ്മൾ ആ ഫസ്റ്റ് കാണുന്ന ആ ഫ്യൂ ലിങ്ക്സിൽ തന്നെ അത് കണ്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ആ ഫസ്റ്റ് കാണുന്ന ഫ്യൂ ലിങ്ക്സിൽ ഏതെങ്കിലും ഒന്നാണ് ആദ്യത്തേതോ രണ്ടാമത്തോ മൂന്നാമത്തൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ സൈറ്റ് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന പിന്നെയും നെക്സ്റ്റ് അടിച്ചിട്ടൊന്നും നമ്മൾ അടുത്ത പേജിലോട്ടൊന്നും പോവില്ല. യൂഷ്വലി ഗൂഗിളിൽ തരുന്ന സെർച്ച് ലിങ്ക്സിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് അടിച്ചൊന്നും പോകാൻ സാധ്യതയില്ല. യൂഷ്വലി ആദ്യം കാണുന്ന എന്താണോ അതിന്ന് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക, റൈറ്റ്. അന്ന് സെലക്ട് ചെയ്ത് അതിൽ തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ആ ഫ്രണ്ട് പേജിൽ തന്നെ കാണുന്ന മറ്റ് ലിങ്ക്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ്. ഓക്കെ, സോ ഹൗ ടു സെക്യൂർ ദ സോഴ്സ് കോഡ് ഫ്രീക്വൻ്റ്ലി. സോഴ്സ് കോഡ് നമ്മൾ ഇടയ്ക്കിടെ അപ്ഡേഷൻസ് ഒക്കെ നടത്തുമല്ലോ, സോ അതൊക്കെ നമ്മൾ എപ്പോഴും ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതെങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. വിൽ ദ വെബ്സൈറ്റ് ഡിസൈൻ ഡിസ്പ്ലേ വെൽ ഇൻ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ്. എല്ലാ വെബ് ബ്രൗസേഴ്സിലും കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രസൻറ്റബിൾ ആയ രീതിയിൽ നമ്മളെ വെബ്സൈറ്റ് കാണുമോ, അത് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കമ്പോണൻസും നമ്മളെ എല്ലാ വെബ് ബ്രൗസേഴ്സിൻ്റെ അകത്തും കാണിക്കുമോ, അതോ ചില വെബ് ബ്രൗസേഴ്സിൽ മാത്രമേ കാണിക്കൂ, ചില വെബ് ബ്രൗസർ കാണിക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പം ഇപ്പം ഫ്ലാഷ് കണ്ടൻറ്റ് പോലത്തെ എല്ലാം ചില വെബ് ബ്രൗസേഴ്സിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും ഫ്ലാഷ് കണ്ടൻറ്റ് സപ്പോർട്ട് വെബ് ബ്രൗസറിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഫ്ലാഷ് കണ്ടൻറ്റ് വഴിയാണ് എപ്പോഴും നമ്മൾ എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നതാണെങ്കിൽ ചില കസ്റ്റമേഴ്സിന് അത് കാണാൻ പറ്റില്ല, അല്ലേ. സോ വിൽ ദ നാവിഗേഷൻ മെനൂസ് ബി ഈസി ടു യൂസ്. മെനൂസ് നമ്മൾ കൊടുക്കുന്ന നാവിഗേഷൻ ഒരു വെബ്സൈറ്റിൽ ഹോം പേജിലാണ് യൂഷ്വലി നാവിഗേഷൻ മെനൂസ് ഉണ്ടാവും. ഹോം പേജിൽ മാത്രമല്ല എല്ലാ പേജസിലും നാവിഗേഷൻ മെനൂസ് ഉണ്ടാവും. യൂഷ്വലി ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ടോപ്പിലോ നമ്മൾ നാവിഗേഷൻ മെനൂസ് ഉണ്ടാവും. ആ നാവിഗേഷൻ മെനൂസ് വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിൽ എവിടെയും നമുക്ക് നാവിഗേറ്റ് ചെയ്യാമെന്നാണ് പറയാം. സോ അത് ഈസിയാണോ, യൂസ് ചെയ്യാൻ ഈസിയാണോ, വെബ്സൈറ്റ് എളുപ്പം ലോഡ് ചെയ്യുന്നുണ്ടോ, വെദർ ദ വെബ്സൈറ്റ് ലോഡ്സ് ക്വിക്ക്ലി, ഹൗ ഈസിലി വിൽ ദ സൈറ്റ് പേജസ് പ്രിൻറ്റ്. നമ്മൾ പ്രിൻറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രിൻറ്റിങ്ങിലോട്ട് പോകുമോ, ഹൗ ഈസിലി വിൽ വിസിറ്റേഴ്സ് ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് സ്പെസിഫിക് ടു ദ വെബ്സൈറ്റ്, ഹൗ എഫക്റ്റീവ്ലി ദ സ്റ്റൈൽ ഷീറ്റ്സ് ബി യൂസ്ഡ് ഓൺ യുവർ വെബ്സൈറ്റ്സ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ വെബ് ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഡിസൈഡ് പേർപ്പസ്, ആദ്യം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം, ഏത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്ലാനിങ്, ഡിസൈനിങ്, ഓക്കെ, ദെൻ ഗ്യാദർ കണ്ടൻറ്റ്, ബിൽഡിംഗ്, ടെസ്റ്റിംഗ്, അപ്ലോഡ് ടു സെർവർ. അതാണ് ഫൈനൽ വെബ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ വെബ് പബ്ലിഷിംഗ് എന്നൊക്കെ പറയുന്നത്. വെബ് പബ്ലിഷിംഗ് എന്നതിനാണ് പറയുന്നത്, അപ്ലോഡിംഗ് ടു സെർവർ, വെബ് പബ്ലിഷിംഗ്. ആക്ച്വലി വെബ് ഡിസൈനിങ് ഒക്കെ അതിൻ്റെ അകത്ത് വരും, വെബ് പബ്ലിഷിങ്ങിൽ തന്നെ വരിക. പബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്, ഒരു ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെർവറിലാണ് അത് പബ്ലിഷ് ചെയ്യുക, വെബ് സെർവർ എന്ന് പറയും, അല്ലേ. അത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ സംസാരിച്ചു, ഓൺ സെർവർ ആയിരിക്കണമെന്നില്ല, ഓൺ മെഷീൻ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും മെഷീൻ ആയിരിക്കും. നമ്മളൊരു എമൗണ്ട് നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മന്ത്ലി ഫീ കൊടുക്കുന്നുണ്ടാവും ആ ഒരു കമ്പനിക്ക്, ഈ ഹോസ്റ്റിംഗ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട്. അതിൽ പ്രശ്നങ്ങളൊന്നും വരാതെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫീ എന്തായാലും കൊടുക്കണം എല്ലാ മന്തും. മാർക്കറ്റിംഗ് ആൻഡ് മന്ത് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഇയർലി ആയിരിക്കും. ഓക്കെ, ഈ ഹോസ്റ്റിങ്ങിനുള്ള ഫീ കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്, മാർക്കറ്റിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ളത് നമ്മളെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ മെയിൻ്റനൻസ്, വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
ഇതൊക്കെയാണ് ഒരു സാധാരണ ദീസ് ആർ ദ steps that are good to take to build an attractive, effective and responsive website. Okay. So website publishing എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അപ്ലോഡിങ് കണ്ടൻറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. സോ എന്താണ് വെബ്സൈറ്റ് പബ്ലിഷിംഗ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അപ്ലോഡിങ് കണ്ടൻറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലോട്ട് നമ്മൾ കണ്ടൻറ്റ് അപ്ലോഡ്, നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ഇൻ്റർനെറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതിനാണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വെബ് സെർവറിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഏത് വെബ് സെർവറാണോ നമ്മൾ ഏത് വെബ് സെർവറിലാണോ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കണം. ആസ് ഐ ടോൾഡ്, there are companies which do that എന്ന് പറഞ്ഞു അല്ലേ, which does the web hosting. ഫ്രീ ആയിട്ടും ചെയ്യുന്ന സൈറ്റ്സ് ഉണ്ടാവുമായിരിക്കും, അല്ലാതെ നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ഇറ്റ് ഇൻക്ലൂഡ്സ് അപ്ലോഡിങ് ഫയൽസ്, അപ്ഡേറ്റിംഗ് വെബ് പേജസ്, പോസ്റ്റിംഗ് ബ്ലോഗ്സ്, ഇതൊക്കെ അതിനകത്ത് വരും. ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്, സൈറ്റ്സിലോട്ട് വെബ് സെർവറിലോട്ട് ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരിക്കൽ ഹോസ്റ്റ് ചെയ്ത് മേടിച്ചിട്ട് നമ്മൾ പിന്നെ ആ വെബ്സൈറ്റ് തിരിഞ്ഞു നോക്കാതിരിക്കില്ല. നമ്മളാണ് അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ഓണറെങ്കിലേ, വെബ്സൈറ്റിൻ്റെ ഓണർ നമ്മളാണ്, നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഓണർ നമ്മളാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ അതിൻ്റെ മോഡിഫിക്കേഷൻസ് വരുത്തും. അതിൻ്റെ പേജസിലൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പം നമ്മൾ വീണ്ടും അതിനെ അപ്ലോഡ് ചെയ്യണം, ആ വെബ് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, റൈറ്റ്. അപ്ഡേറ്റിംഗ് വെബ് പേജസ്, ഓക്കെ. ദെൻ പോസ്റ്റിംഗ് ബ്ലോഗ്സ്, നമ്മൾ റെഗുലറായിട്ട് ബ്ലോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യണം, ആർട്ടിക്കിൾസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഓൾ കംസ് അണ്ടർ വെബ്സൈറ്റ് പബ്ലിഷിംഗ്. So website is published by uploading files on the remote server which is provided by the hosting company. So ഒരു ഹോസ്റ്റിംഗ് കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്തു, ഹോസ്റ്റിംഗ് കമ്പനി നമുക്കൊരു വെബ് സെർവർ തന്നു, ഒരു റിമോട്ട് സെർവർ തന്നു. ആ റിമോട്ട് സെർവറിലാണ് നമ്മൾ ഒരു റിമോട്ട് മെഷീൻ എന്ന് പറയാം. റിമോട്ട് മെഷീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലാത്ത മെഷീനാണ് റിമോട്ട് മെഷീൻ എന്ന് പറയുക. ആ റിമോട്ട് മെഷീനിലാണ് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ വെബ്സൈറ്റ് കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. ഓക്കെ. സോ വെബ്സൈറ്റ് പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ വെബ് സെർവർ അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് കമ്പനി വഴി ഒരു സെർവർ നമ്മൾ വാങ്ങിക്കണം ആക്ച്വലി, അല്ലേ. എന്നിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. നമ്മൾ റെഗുലർലി നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും ഫയൽസൊക്കെ. സോ വി നീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഓക്കെ. Okay, so web server is the actual location where a website resides. A web server may host single or multiple sites depending on what hosting service you have paid for. ചില ഹോസ്റ്റിംഗ് കമ്പനീസ് ഒക്കെ ഒരു സിംഗിൾ മെഷീൻ്റെ അകത്ത് ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യും. പക്ഷെ അത് പുറത്തുള്ള കസ്റ്റമേഴ്സിന് അറിയണമെന്നില്ല, നമുക്കും ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കും അത് അറിയണമെന്നില്ല. അത് ആ ഹോസ്റ്റിംഗ് കമ്പനി തീരുമാനിക്കുന്നൊരു കാര്യമാണ്. ദേ മൈറ്റ് ഡു ഇറ്റ്. ഒരു സിംഗിൾ മെഷീൻ്റെ അകത്ത് അവർ ഒരുപാട് വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇറ്റ്സ് കോൾഡ് വെർച്വൽ വെബ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറയും. സാധാരണ ഒരു മെഷീൻ്റെ അകത്ത് ഒരു വെബ് സെർവർ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഒരു മെഷീൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. സോ നമുക്ക് ഒരുപാട് മെഷീൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഇന്ന് പലരും അങ്ങനെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഹോസ്റ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ മെഷീൻ മാത്രം മതി. കുറച്ച് ഹൈ എൻഡ് മെഷീൻ ആയിരിക്കും, കുറച്ച് ഹൈ പ്രോസസ്സിങ് കെപ്പിലിറ്റി ഒക്കെ ഉള്ള മെഷീൻ, കുറച്ച് ഹൈ മെമ്മറിയൊക്കെ നല്ല മെമ്മറിയൊക്കെ ഉള്ള മെഷീൻ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സൈറ്റ്സ് അതിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ. അന്നേരം ആക്ച്വലി അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം. ആക്ച്വലി വി ക്യാൻ റൺ ബിസിനസ്, അതായത് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ചെയ്യാം നമുക്ക്. ഓക്കെ. സോ ഡൊമെയിൻ നെയിം ഇസ് പാർട്ട് ഓഫ് യുവർ ഇൻ്റർനെറ്റ് അഡ്രസ് ദാറ്റ് കംസ് ആഫ്റ്റർ. സോ നമുക്കറിയാം, നമ്മൾ ഡൊമെയിൻ നെയിം കിട്ടണം. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്താൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഡൊമെയിൻ നെയിം, നമ്മളെ വെബ്സൈറ്റിൻ്റെ പേര് വേണം. ആ വെബ്സൈറ്റിൻ്റെ പേരിനാണ് പറയുക ഡൊമെയിൻ നെയിം. എ ഡൊമെയിൻ നെയിം ഇസ് എ പാർട്ട് ഓഫ് യുവർ ഇൻ്റർനെറ്റ് അഡ്രസ് ദാറ്റ് കംസ് ആഫ്റ്റർ www. വേൾഡ് വൈഡ് വെബ് എന്നാണ് WD. സോ ഇത് www.tutorialspoint.com എന്ന് പറഞ്ഞാൽ, ഈ tutorialspoint.com എന്ന് പറയുന്നതാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ആക്ച്വലി. ഓക്കെ. ഡൊമെയിൻ നെയിം ബിക്കംസ് യുവർ ബിസിനസ് അഡ്രസ്. അത് നമ്മളൊരു ബിസിനസ് അഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ amazon.in എന്ന് പറഞ്ഞാൽ ആമസോൺ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് amazon.in എന്ന് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ amazon.com എന്ന് കൊടുക്കുമല്ലോ. സോ ദാറ്റ് ആക്ച്വലി ബിക്കംസ് യുവർ ബിസിനസ് അഡ്രസ്. സോ അത് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, തോന്നിയ പേരൊന്നും കൊടുക്കരുത്. നമ്മളെ ബിസിനസ് എന്താണോ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഡൊമെയിൻ നെയിം. ഓക്കെ. ബിക്കോസ് അതെപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുക, ആ ബിസിനസ് അറിയപ്പെടുന്നത് ആ പേരിലാണ്. ബിക്കോസ് ഇന്ന് മോസ്റ്റ് ഓഫ് ദി ബിസിനസ്സസ് ആർ റൺ ത്രൂ വെബ്സൈറ്റ്സ്, അല്ലേ. സോ വെബ്സൈറ്റ് ഇല്ലാതെ ഒരു ബിസിനസ് ഉണ്ടാവില്ല. വെബ്സൈറ്റ് നിർബന്ധമായിട്ടും വേണം, എന്നാലും അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുക. ഈ വേൾഡിൽ
ബിസിനസ് വേൾഡിൽ എക്സിസ്റ്റൻസ് വേണമെങ്കിൽ വെബ്സൈറ്റ് വേണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇഫ് യു ആർ പ്ലേസ്ഡ് ഇൻ ടു എ കമ്പനി ആൻഡ് നമ്മൾ സാധാരണ മറ്റുള്ളവർ ചോദിക്കും എന്താ കമ്പനീൻ്റെ വെബ്സൈറ്റിൻ്റെ പേരെന്താന്ന് ചോദിക്കും. വെബ്സൈറ്റ് ഇല്ലാത്തൊരു കമ്പനിയാന്ന് പറയുമ്പം അവരുടെ ഇംപ്രഷൻ വളരെ കുറയും ആക്ച്വലി. സോ വെബ്സൈറ്റൊക്കെ ഉള്ള കമ്പനീസ് എല്ലാ കമ്പനിക്കും വെബ്സൈറ്റ് നിർബന്ധമാണ്. സോ യുവർ ഡൊമൈൻ നെയിം ഷുഡ് ബി ഈസി ടു റിമെമ്പർ ആൻഡ് ഈസി ടു ടൈപ്പ്. ഡൊമൈൻ നെയിം ഈസി ടു റിമെമ്പർ, ഇത് വലിയ പേരൊന്നും കൊടുക്കാൻ പറ്റില്ല, കൊടുത്താലും അത് നല്ലതല്ല. നമുക്ക് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേരായിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കുന്നില്ല. നമുക്ക് IP അഡ്രസ്സ് ഡയറക്റ്റ്ലി കൊടുത്താൽ തന്നെ കിട്ടുമല്ലോ. IP അഡ്രസ്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഡൊമൈൻ നെയിം യൂസ് ചെയ്യുന്നത് തന്നെ. അല്ലാതെ ബാക്കിയെല്ലാം ആക്ച്വലി IP അഡ്രസ്സ് വഴിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു, റൈറ്റ്? സോ ഡൊമൈൻ എക്സ്റ്റൻഷൻസ്, എവറി ഡൊമൈൻ നെയിം ഹാവ് എ ഡൊമൈൻ എക്സ്റ്റൻഷൻ. നമുക്കറിയാം ഇത് tutorials.com, ഈ .com എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എക്സ്റ്റൻഷൻ. അത് കമേഴ്ഷ്യൽ ബിസിനസ് റൺ ചെയ്യുന്ന വെബ്സൈറ്റ്സിനൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഈ .com. എഡ്യൂക്കേഷണൽ സർവീസ്, എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ്, ഡൊമൈൻ എക്സ്റ്റൻഷനാണ് .edu എന്നൊക്കെ പറയുന്നത്. ഓക്കെ, .edu. പിന്നെ US ഗവൺമെൻറ് ഏജൻസീസിനൊക്കെ .gov, ഇൻ്റർനാഷണൽ എൻറ്റിറ്റീസിന് .int, US മിലിറ്ററിക്ക് .mil, നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻ .net, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ .org. ഇങ്ങനെയൊക്കെയുള്ള ഡൊമൈൻ എക്സ്റ്റൻഷൻസ് ആണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. സോ നമ്മൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുമ്പം ഒരു ഹോസ്റ്റിംഗ് കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പേസ് നമുക്ക് കിട്ടി, വെബ് സെർവർ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സ് കിട്ടി, എന്നിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യാണ്. സോ നമ്മൾ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യണം. ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്താലേ ഡൊമൈൻ നെയിം, അതായത് നെയിം വേണമല്ലോ, വെബ്സൈറ്റിന് ഒരു പേര് വേണമല്ലോ. കുറേ കളക്ഷൻ ഓഫ് പേജസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കളക്ഷൻ ഓഫ് പേജസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഡൊമൈൻ നെയിം വേണം. അങ്ങനെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യണം. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള പേരും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, ഒരു പേര് നമുക്ക് താല്പര്യമുള്ള പേര് എന്താണോ അത് അവിടെ റിക്വസ്റ്റ് ചെയ്യണം. അത് ഫ്രീ ആയിട്ട് ഉള്ളതെങ്കിൽ അവരത് നമുക്ക് തരും. സോ ഡൊമൈൻ നെയിം രജിസ്ട്രാർസ്, ഒരുപാട് ഡൊമൈൻ നെയിം രജിസ്ട്രാർസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ GoDaddy ഈസ് എ കമേഴ്ഷ്യൽ ഡൊമൈൻ നെയിം രജിസ്ട്രാർ. അത് നമ്മളെ ഡൊമൈൻ നെയിം രജിസ്ട്രേഷന് വേണ്ടി സഹായിക്കും. ഓക്കെ, ഒരു നോമിനൽ ഫീ, ഒരു ചെറിയൊരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ് യു ഇൻ രജിസ്റ്ററിങ് ദ ഡൊമൈൻ നെയിം. സോ നമ്മൾ കൊടുത്ത ഡൊമൈൻ നെയിം അവൈലബിൾ ആണ്. മറ്റു ആരെങ്കിലും യൂസ് ചെയ്യുന്ന ഡൊമൈൻ നെയിം ആണെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന പേര് വേറെ ആരും യൂസ് ചെയ്യാത്തൊരു പേരായിരിക്കണം. ഓക്കെ, സോ നമ്മൾ amazon.in അല്ലെങ്കിൽ amazon.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തരില്ല. ബിക്കോസ് അത് ഓൾറെഡി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഡൊമൈൻ നെയിമാണ്. സോ നമുക്കത് തരില്ല. അങ്ങനെ ഓൾറെഡി ആരും യൂസ് ചെയ്യാത്തൊരു ഡൊമൈൻ നെയിം തന്നെ കൊടുക്കാൻ നിങ്ങൾ ആലോചിക്കുക. പിന്നെ വേറെ ദേ വിൽ ആസ്ക് യു ഫോർ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റോറി. അത് ആരാണോ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് അറിയണമല്ലോ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വെബ്സൈറ്റ് വഴി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തോന്നിയാസം ആ വെബ്സൈറ്റിൽ കാണിച്ചതാണെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഓണർഷിപ്പുള്ള ആൾ. സോ ദേ ഷുഡ് അപ്രോച്ച് അസ്. ഹോസ്റ്റിംഗ് കമ്പനി മാത്രമല്ല, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഒക്കെ നമ്മളെയാണ് അപ്രോച്ച് ചെയ്യുക. സോ ഹൂ ഈസ് ഡേറ്റാബേസ് എന്ന് അതിന് പറയാം. അതിൻ്റെ അകത്തിട്ട് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്തിടും. പിന്നെ പേയ്മെൻറ്റിന് വേണ്ടി ചോദിക്കും, പേ ഫോർ ദ പർച്ചേസ് യു ഹാവ് മെയ്ഡ്, മേക്ക് ഷുവർ യു എൻ്റർ ദ കറക്റ്റ് പേയ്മെൻറ്റ്. മേക്ക് ഷുവർ പർച്ചേസാണ് ആക്ച്വലി ചെയ്യുന്നത്. ആ ഡൊമൈൻ നെയിം ആക്ച്വലി നമ്മൾ പർച്ചേസാണ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡൊമൈൻ നെയിം അല്ല, പർച്ചേസാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു ഫീ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഡൊമൈൻ നെയിം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർലി ഒരു ചെറിയ ഫീ അടച്ചുകൊണ്ടിരിക്കുകയും വേണ്ടി വരും. ഓക്കെ, സോ ദീസ് ആർ ദ നമ്പർ ഓഫ് ഡൊമൈൻ നെയിം രജിസ്ട്രാർസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമുക്ക് കാണാം, ഇതൊക്കെ ഡൊമൈൻ നെയിം രജിസ്ട്രാർസ് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, സോ അതാണ് പബ്ലിഷിങ്ങിനെ പറ്റി പറഞ്ഞത് അല്ലേ. വെബ്സൈറ്റ് പബ്ലിഷ് ഉണ്ടെങ്കിൽ ആദ്യം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മളൊരു സെർവറിനെ എവിടെയാണോ അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, ഏത് സൈറ്റിലാണ്, ഏത് സെർവറിലാണോ, ഏത് മെഷീനിലാണോ, അത് നമ്മൾ തീരുമാനിക്കണം. സോ ഏതെങ്കിലും ഒരു ഹോസ്റ്റിംഗ് കമ്പനീനെ അപ്രോച്ച് ചെയ്യണം. എന്നിട്ട് അതിൽ ആ ഹോസ്റ്റിംഗ് കമ്പനിയാണ് ബാക്കി നമുക്ക് അതിൻ്റെ സ്പേസ്, സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സും പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സും ഒക്കെ, മെമ്മറി റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്ത് തരിക. പിന്നെ അവർ തന്നെ ചിലപ്പോൾ നമുക്ക് IP അഡ്രസ്സും ഒരു പെർമനൻറ്റ് IP എന്തായാലും വേണം. പെർമനൻറ്റ് IP ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എപ്പോഴും നമ്മളെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ പെർമനൻറ്റ് IP വേണം. സോ പെർമനൻറ്റ് IP തരുന്നതൊക്കെ ഈ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് കമ്പനീസ് ചെയ്തു തരും. So web hosting is a service of providing online space for storage of web pages. These web pages are made available via World Wide Web.
ദ കമ്പനീസ് വിച്ച് ഓഫർ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ആണ് നോൺ ആസ് വെബ് ഹോസ്റ്റ്. അങ്ങനെയുള്ള കമ്പനീസിനെ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് വെബ് ഹോസ്റ്റ് എന്ന് പറയും. ഓക്കെ അത് എപ്പോഴും 24 hours എവറി ഡേ ഓഫ് ദി വീക്ക് അത് അപ്പായിരിക്കും. ഓക്കെ, ദീസ് സെർവേഴ്സ് ആർ റൺ ബൈ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ്. ഈ സെർവർ ഹാസ് ഇറ്റ്സ് ഓൺ IP അഡ്രസ്. നമ്മൾ കൊടുക്കുന്ന വെബ്സൈറ്റിനൊക്കെ ഓരോ വെബ്സൈറ്റൊക്കെ ഇരിക്കുന്നത് വെബ് സെർവറിലാണല്ലോ, അതിനൊക്കെ IP അഡ്രസ്സ് ഉണ്ട്. IP അഡ്രസ്സ് വെച്ചിട്ടാണ് ശരിക്കും ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പക്ഷെ നമുക്കത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ യൂസേഴ്സിന് നമ്മൾ ഒരു ബിസിനസ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പം അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വന്നോളും. പക്ഷേ എത്ര ബിസിനസ്, ആമസോണിൻ്റെ IP അഡ്രസ്സ് ഓർത്ത് വെക്കുക, യൂട്യൂബിൻ്റെ IP അഡ്രസ്സ് ഓർത്ത് വെക്കുക, അങ്ങനെ ഓരോന്നിൻ്റെ IP അഡ്രസ്സ് ഓർത്ത് വെക്കുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നമ്മൾ പണ്ടൊക്കെ ഫോൺ നമ്പേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ബുക്ക് യൂസ് ചെയ്ത പോലെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഓരോ IP അഡ്രസ്സ് എഴുതി വെക്കേണ്ടൊക്കെ വരും. ആമസോണിൻ്റെ IP അഡ്രസ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഡൊമൈൻ നെയിം യൂസ് ചെയ്താൽ മതി. So it is not possible to host a website on a local computer because നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങടുത്ത്. 24 hours നമ്മളത് അപ്പാക്കിയിരിക്കണം. അത് അത്ര പ്രാക്ടിക്കലല്ല, ഇത് ചീപ്പറും അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഹോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിംഗ് കമ്പനി പുട്ട് തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് ഓൺ ദ സെയിം ഫിസിക്കൽ സെർവർ. ഒരു സെർവറിനെല്ലാം ഒരുപാട് വെബ്സൈറ്റ്സ് ഒരുമിച്ചിടുന്നതിനാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുക. അത് പക്ഷേ പുറത്തുള്ള കസ്റ്റമേഴ്സിനോ ബിസിനസ് ഓൺ ചെയ്യുന്ന ആൾക്കാർക്കോ അതൊന്നും അറിയണമെന്നില്ല. ദേ വോണ്ട് ബി അവെയർ ഓഫ് ഇറ്റ്. ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനി എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. ആസ് എ ബിസിനസ് ഓണർ ഓർ ആസ് എ കസ്റ്റമർ യു ഡോണ്ട് നീഡ് ടു നോ how are they doing it. They might be doing it as shared hosting. Okay, പിന്നെ ഡെഡിക്കേറ്റഡ് സെർവർ, ദിസ് ഇസ് അനദർ അപ്രോച്ച്. ഡെഡിക്കേറ്റഡ് സെർവർ ഒരു സെപ്പറേറ്റ് സെർവർ കൊടുക്കുന്നതാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡെഡിക്കേറ്റഡ് സെർവർ. ഓക്കെ, അത് കുറച്ചും കൂടി ബിസിനസ്സസ് ദാറ്റ് നീഡ് ദ പവർ, കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി. ചിലത് നമുക്ക് വളരെയധികം സെക്യൂറായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്സൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഡിമാൻഡ് ചെയ്യും. വെബ് ഹോസ്റ്റിംഗ് കമ്പനി അടുത്ത് ഡിമാൻഡ് ചെയ്യും, നമുക്ക് വേറെ തന്നെ ഡെഡിക്കേറ്റഡായ സെർവർ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓണായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസൊക്കെ സ്വന്തമായിട്ട് സെർവേഴ്സ് ഉണ്ടാവും. സ്വന്തമായിട്ട് സെർവേഴ്സിലായിരിക്കും ഈ ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക, പബ്ലിഷിംഗ് ഒക്കെ ആ സെർവറിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെയുള്ള സെർവേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ഡെഡിക്കേറ്റഡ് സെർവർ. സോ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ സി GoDaddy ഈസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ ഇതാണ് നമ്മൾ വെബ് പബ്ലിഷിങ്ങും വെബ് ഹോസ്റ്റിങ്ങും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ.